കെ സുധാകരൻ ഈ ഒരു ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങളായി ചെയ്തു കൂട്ടിയതൊക്കെ പലിശയും പിഴപ്പലിശയും അതിൻ്റെ കൂട്ടുപലിശയും അടക്കം വാങ്ങുമെന്നതിൽ തർക്കമില്ല. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. ലോക്കപ്പിനകത്തും പുറത്തുമായിട്ട് 22 പേരാണ് പോലീസ് മർദ്ദനത്തിൽ മരണപ്പെട്ടത്. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇനി കഷ്ടിച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ അധികം വിഷമിപ്പിക്കുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് കെ സുധാകരനെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം. കാരണം എം പിമാർക്കൊന്നും മത്സരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു വീഴ്ച ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ കാരണം കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ്, അത് കണ്ണൂർ സിംഹം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തീർച്ചയായും അന്ന് ചെങ്കൊടിക്കുമേൽ മറ്റൊരു കൊടിയും ഉയരാതിരുന്ന ഒരു സമയത്ത് കോൺഗ്രസിനെ കണ്ണൂരിൽ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ. അത് ഒരു ചങ്കുറപ്പില്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന്, ചങ്കുറപ്പില്ലാത്ത ഒരാൾക്കും അത് കഴിയില്ല. ഇല്ല, കണ്ണൂർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ അല്ലാതെ മറ്റാരും ഇന്നും ഇല്ല, അന്നും ഇല്ല. അതെ, പിണറായി വിജയനുമായിട്ട് നേർക്ക് നിന്ന് വെല്ലുവിളിച്ചിട്ടുള്ള ഒരൊറ്റ നേതാവേ, ഒറ്റ കോൺഗ്രസ് നേതാവേ കണ്ണൂരിൽ ഉള്ളൂ. അത് കെ സുധാകരൻ. കണ്ണൂരിലെന്നല്ല, കേരളത്തിൽ തന്നെ ഇല്ല എന്ന് വേണം പറയാൻ. സത്യം, ശരിയാണ്. സുമേഷ് ഭായി പറഞ്ഞത് ശരിയാണ്. ഇത്തരത്തിൽ ഒരു ആർജവം ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി പ്രത്യേകിച്ചും കണ്ണൂരിൽ ഒന്നും അല്ലാതായി മാറിയത്. ഇപ്പം കണ്ണൂരിൽ അത്യാവശ്യം നല്ല രാഷ്ട്രീയ സ്വാധീനവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കണ്ണൂർ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എത്തിയതിനു പിന്നിൽ കെ സുധാകരൻ എന്ന കണ്ണൂർ സിംഹത്തിൻ്റെ ആ ധൈര്യവും കഴിവും ചങ്കൂറ്റവും തന്നെയാണ്. അത് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയും UDFും മറക്കരുത്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കണം. കണ്ണൂർ ടൗൺ മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കും എന്ന് ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ അദ്ദേഹം പ്രഖ്യാപിച്ച പിറ്റേ ദിവസം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അങ്ങനെ സ്വയം ആരും പ്രഖ്യാപിക്കേണ്ട, പാർട്ടി തീരുമാനിക്കും, AICC തീരുമാനിക്കും തുടങ്ങിയ വാദങ്ങൾ ഉയർത്തി. അതെ, KPCC പ്രസിഡന്റ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാമല്ലോ. അത്തരത്തിൽ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സണ്ണി ജോസഫ് ആലോചിക്കേണ്ടതാണ്. പേരാവൂരിൽ സണ്ണി ജോസഫിന് ഈസി വോക്ക് ഓവർ കിട്ടുന്നത് പോലും കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ പ്രഭാവത്തിലാണ്. ശരിക്കും പേരാവൂർ പണ്ടുകാലത്ത് ഒരു ഇടതുപക്ഷ മണ്ഡലമായിരുന്നു. പിന്നീട് കുടിയേറ്റ ക്രിസ്ത്യാനികളൊക്കെ തന്നെ ധാരാളമായി കടന്നു വന്ന് പിന്നീട് അത് കോൺഗ്രസ് മണ്ഡലമായി മാറുകയായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെ അത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊക്കെ തന്നെ ചുക്കാൻ പിടിച്ച നേതൃത്വം കൊടുത്ത സധൈര്യം, സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ചുക്കാൻ പിടിച്ചത് കെ സുധാകരൻ എന്ന കണ്ണൂർ സിംഹം എന്ന നേതാവ് തന്നെയാണ്, സംശയമില്ല. നമുക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളോട് നമുക്ക് എതിർപ്പുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ രാഷ്ട്രീയത്തെ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നോക്കുകയാണെങ്കിൽ കെ സുധാകരൻ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അതായത് സുധാകരൻ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്, പ്രവർത്തകരുടെ ഒരു വികാരം തന്നെയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു കണ്ണൂർ സിംഹം എന്ന് പറയുന്നത് ഈ ഇരട്ടച്ചങ്കൻ പറട്ടച്ചങ്കൻ എന്നൊക്കെ പറയുന്ന പോലെ കൂനിക്കൂടി വരുന്നത് പോലെ അല്ലല്ലോ. കാരണം കണ്ണൂർ സിംഹം എന്ന് പറയുമ്പോൾ ഒരു സിംഹം വരുന്നത് പോലെ തന്നെയാണ് ആ വരവ് തന്നെ. പിന്നെ അദ്ദേഹത്തിന് ഇടയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ആ സമയത്താണ് അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ഇതിനകത്ത് കെ സുധാകരനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നും ഒരു കുഴപ്പവുമില്ല എന്നും രണ്ട് അഭിപ്രായം പറയുന്നവരുണ്ട് കണ്ണൂർ ജില്ലയിൽ, കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ. പക്ഷേ കെ സുധാകരൻ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കുകയാണെങ്കിൽ, UDFനെ നയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി മാറും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിലൊരു കാര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ VD സതീശൻ എന്നൊരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാനോ മന്ത്രിയായിരിക്കാനോ ഒന്നും യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ്. അവിടെയാണ് ഈ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കന്മാരെ ഒതുക്കിയിട്ട് ഇവരൊക്കെ ഈ PR വർക്കിലൂടെ മുന്നോട്ട് വന്ന് നിൽക്കുന്നത് നമുക്കത് ബോധ്യമാണ്. നമുക്കത് കാണുമ്പോൾ അറിയാമല്ലോ. ഒരാളെ പൊക്കി പറയുന്നത്, ഈ അഴകിയ രാവണൻ സിനിമയിലൊക്കെ നമ്മൾ ശങ്കർദാസിനെ പൊക്കി പറയുന്നത് പോലെ ഈ VD സതീശനെയൊക്കെ പൊക്കി പറയുമ്പോൾ നമുക്കറിയാം. ഞാൻ ഈ രമേശ് ചെന്നിത്തലയുടെ അഴിമതികൾ എടുത്തുകൊണ്ട് പരമ്പരകളായി കുറേ വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോകൾ ചെയ്തത് എനിക്ക് രമേശ് ചെന്നിത്തലയെ അറിയില്ല, ഞാൻ TV യിൽ കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് ആ മനുഷ്യനെ അറിയില്ല. 1-2 വേദികളിലൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ. പക്ഷേ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ അതുപോലെയുള്ള നേതാക്കൾ മുന്നോട്ട് വരണമെന്നുള്ളതാണ്. അവിടെ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഈ ഓപ്പറേഷൻ കുബേര, അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമാണ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ സമയത്താണ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവരുന്നത്. ഈ ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നിട്ട് പോലും
പോലും അവിടെ ഈ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഗോകുലം ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, മുത്തൂറ്റ് ഇവിടെയൊക്കെ റെയ്ഡ് നടത്തിയെന്നുള്ളതാണ്. അവിടെയൊക്കെ റെയ്ഡ് നടത്തി. അപ്പോൾ അത് ചെന്നിത്തലയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് സുധാകരൻ്റെ കാര്യമാണ്. സുധാകരൻ്റെ എന്ത് വിട്ടുവീഴ്ച ചെയ്തിരുന്നാലും, കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തെരഞ്ഞെടുപ്പിന് ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. 31 തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എന്നും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താകുമെന്നും നമുക്കറിയില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷം വളരെ ധാരാളമാണ് അവർക്ക് കയറി വരാനുള്ള ഒരു വളരെ ഈ 5 വർഷത്തെ കാലയളവെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് വലിയ ധാരാളമായിട്ടുള്ളൊരു സമയപരിധിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അടുത്ത ഒരു 2031 രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സുധാകരനെ മറ്റാരെയും നമുക്കത് കണക്കൂട്ടാൻ കഴിയില്ല. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെയാകട്ടെ, അതിൽ മറ്റ് 19 MP-മാരെയും നമുക്ക് മാറ്റിവെക്കാം, 18 MP-മാരെയും നമുക്ക് മാറ്റിവെക്കാം. ആ 18 MP-മാരെയും നമുക്ക് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അടൂർ പ്രകാശ് എന്താണ് ചെയ്യുന്നത്? അടൂർ പ്രകാശ് ബിസിനസ്സുകാരാണ്. മറ്റുള്ളവരും എല്ലാം അത് തന്നെയാണ്. ഈ സുധാകരൻ്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അടൂർ പ്രകാശിനെ പോലെയൊന്നും അല്ല ഈ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം. അല്ല, അന്നത്തെ ഈ പാർട്ടി ഗ്രാമങ്ങളോ അന്ന് നമുക്ക് വായിച്ചാൽ പോലും, അന്നത്തെ പത്രങ്ങളിലൊക്കെ ഫീച്ചറുകൾ വായിച്ചാൽ പോലും നമ്മൾ ഞെട്ടി, ഇതൊക്കെ അവിശ്വസനീയമായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം 80-കളുടെ ആദ്യ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും BJPയും ഈ പാർട്ടി ഗ്രാമങ്ങളിൽ പിടിമുറുക്കാൻ ശ്രമിച്ച സമയത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ചിന്ത പോലും ആ പാർട്ടി ഗ്രാമങ്ങളിൽ RSS BJP പ്രവർത്തകർക്ക് ഒപ്പം തന്നെ ആ പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലാനും കോൺഗ്രസിന്റെ സാന്നിധ്യവും അത്തരം രാഷ്ട്രീയ നിലപാടുകളും ആ ഗ്രാമങ്ങളിൽ അറിയിക്കാനും അവിടെ പാർട്ടിയെ കെട്ടിപ്പടുക്കാനും ജീവൻ പണയം വെച്ച് ഈ പറയുന്ന പോലെ വടിവാളുകൾക്കിടയിലൂടെ നടന്നുവെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ച ആ ഒരു തീക്ഷ്ണമായ അവസ്ഥയിലൂടെയാണ് കെ സുധാകരൻ എന്ന നേതാവ് കടന്നു വന്നത്. RSSകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതി വേറെയാണ്. സംഘടനാ സംവിധാനം തന്നെ വേറെയാണ്. സംഘടനാ സംവിധാനം, അവരുടെ ഒരു കരളുറപ്പ്, അവരുടെ ഒരു ചങ്കുറപ്പ്, അവരുടെ ഒരു പ്രവർത്തന രീതി, ഇതൊക്കെ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കോൺഗ്രസുമായി RSSനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് RSS വേണമെങ്കിൽ എവിടെയും കയറി ചെല്ലും. അത് അവരുടെ ഒരു രീതി അതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരൊരു വേറൊരു ഗാന്ധിയൻ മാർഗത്തിലൂടെ പോകുന്നതും അല്ലെങ്കിൽ അത്രയും തീവ്രതയില്ലാത്ത തരത്തിലുള്ള ഒരു ആൾക്കാരാണ്. അല്ല, കോൺഗ്രസിനും ഇതൊക്കെ സാധിക്കും. ഇത്തരത്തിൽ ചങ്കൂറ്റത്തോടെ നിന്നു കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാനും അവിടെ പാർട്ടിയെ കെട്ടിപ്പടുക്കാനും സാധിക്കും എന്ന് കാട്ടിത്തന്ന നേതാവാണ്. ഒരുപക്ഷെ സുധാകരൻ ഇല്ലായിരുന്നുവെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് വെറും പേരിന് നാമമാത്രമായി അവശേഷിച്ചേനെ. അത് ഒരു സത്യമാണ്. ഞാൻ പെട്ടെന്നൊരു അനുഭവം ഓർമ്മ വരും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് MM വിനോദ് കുമാർ എന്ന് പറയുന്ന ഒരു KSU നേതാവ് ഉണ്ടായിരുന്നു. മന്നൻ വിനോദ് എന്നാണ് വിളിക്കുന്നത്. മരിച്ചുപോയി, ഒരാൾ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പം ആ കാലത്ത് അവിടെ കോട്ടയത്തെ ക്യാമ്പസുകളിലൊക്കെ ഒരു ചർച്ചയുണ്ട്. എന്തെങ്കിലും തരത്തിൽ അടിയോ ഇടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്നത് ഒന്നില്ലെങ്കിൽ ABVP-ക്കാരായിരിക്കും അല്ലെങ്കിൽ SFI-ക്കാരായിരിക്കും. പക്ഷേ KSU-ക്കാർ ഓടി മാറുകയോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയോ ചെയ്യുള്ളൂ. പക്ഷേ MM വിനോദ് കുമാർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ആളാണ് KSU-വിന് വേണ്ടി അന്നത്തെ കാലത്ത്. വേണമെങ്കിൽ ഒരു ജൂനിയർ സുധാകരൻ എന്ന് ആൾ ജീവിച്ചിരിപ്പില്ല, ജൂനിയർ സുധാകരൻ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോൾ അതിങ്ങനെ വിനോദേട്ടന്റെ പേര് ഓർമ്മ വന്നു. എന്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. തീർച്ചയായിട്ടും ഇതൊരു നന്ദികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന ഒരു നന്ദികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനെ തഴഞ്ഞ് അത് എന്തിന്റെ പേരിലായിരുന്നാലും ഇത് ദൈവം എഴുതി വെച്ചതൊന്നുമല്ലല്ലോ. ഈ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ നേതൃത്വം ഉണ്ടായത് തന്നെ സുധാകരനെ പോലെയുള്ളവരുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ്. അവരുടെ ഒരു ജീവനെ പോലും കൂസാതെയുള്ള അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇന്ന് കാണുന്ന സംവിധാനം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ സുമേഷ് ഭായി. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മോഹിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും കെ സുധാകരൻ ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള എല്ലാ യോഗ്യതയും അർഹതയുമുള്ള ആളാണ്. പക്ഷെ അത് ഒരിക്കലും അല്ല, പറയട്ടില്ല. അപ്പം അത്തരത്തിൽ ഒരു സംഭവം വന്നാൽ ഒരാൾ കടന്നു വരുമ്പോൾ, ഇപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന മറ്റു ചിലരുണ്ടല്ലോ. ചില ആളുകളെ ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ പൗഡർ ഒക്കെ പൂശി നടപ്പുണ്ട്, ചിലരെ കുപ്പായമൊക്കെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരു എതിരാളിയെ കുറയുമല്ലോ എന്ന് വിചാരിച്ച് കെ സുധാകരനെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കെ സുധാകരനെ മത്സരിപ്പിക്കാൻ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും അല്ല, ഇവിടെ മുഖ്യമന്ത്രി എനിക്കത് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ സ്ഥലങ്ങളിലും VD സതീശനെ എടുത്ത് കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഈ 5 വർഷം കൊണ്ട് ഈ ഒരു പുല്ലും ചെയ്യാൻ പറ്റാത്തൊരുത്തനാണ് പ്രതിപക്ഷ നേതാവാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ.
ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അത് ആ സമയത്താണ് രമേശ് ചെന്നിത്തല എന്തെല്ലാം കേസുകളുമായിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഈ മൊബിലിറ്റി, വമ്പ മണൽക്കടത്ത്, സ്പ്രിംഗ്ലർ, അങ്ങനെ എന്തെല്ലാം ക്യാമറ, വോട്ടർ പട്ടിക, എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് അദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട്. അവിടെയാണ് ഈ പിണ്ണാക്കനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇരുത്തിയിരിക്കുന്നത്. ഇന്നും മനോരമ പത്രത്തിൽ എന്താണ് ഇവരെ പിണറായി വിജയന്റെയും ഇയാളുടെയും കൂടെ പടമാണ് വെച്ചിരിക്കുന്നത്. എന്ത് ഫാനായിരുന്നാലും ശരി, വിശറിയായിരുന്നാലും ശരി, അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ഇയാൾ അതിനേക്കാളും പിണറായി തുടരുന്നതാണ് എനിക്ക് താല്പര്യം. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് കെ സുധാകരനെ ഏത് വിട്ടുവീഴ്ച ചെയ്തിട്ടായിരുന്നാലും, കാരണം ഈ കേരളത്തിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ, കേരളത്തിലും ഇതുപോലെ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത് മാത്രമല്ല, പിണറായി വിജയനെ പോലെയുള്ള പേടിത്തൊണ്ടനായ ഒരു ഇരട്ടച്ചങ്കന്റെ മുന്നിൽ നെഞ്ചുറപ്പോടുകൂടി നിന്ന് പറയാനും വെല്ലുവിളിക്കാനും സുധാകരനെ പോലെ ഒരു നേതാവ് അന്ന് അദ്ദേഹത്തിന് അത് കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം ചങ്കൂറ്റം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ജയിച്ച് മന്ത്രിസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാണ്. ഒരു പക്ഷേ ആഭ്യന്തരമോ, ഞാനിത് ആഗ്രഹിക്കുകയാണ്, ആഭ്യന്തരമോ മുഖ്യമന്ത്രി സ്ഥാനമോ ഒക്കെ കിട്ടിയാൽ മൂന്നിൻ്റെ അന്ന് ഈ പറയുന്നത് പോലെയുള്ള ഇരട്ടച്ചങ്കന്മാരൊക്കെ പൂജപ്പുര ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതിന് കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് കിരാത ഭരണം. ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടന്നില്ലേ? ഓരോ തവണ 15 മിനിറ്റ് കൂടുമ്പോഴും മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് വിളി വന്നിട്ടില്ലേ? അമരെന്ത് ചെയ്തു, അമരെന്ത് ചെയ്തു, അമരെ മറ്റേ അത് ചെയ്തു, അമരെ ഇത് ചെയ്യും. നമ്മുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അത്രയും ശ്രദ്ധയുണ്ട്. നമ്മളെ പോലുള്ള പീറകളായ രണ്ടുപേര്, ആ രണ്ടു പേരുടെ കാര്യത്തിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നമ്മളെ ദ്രോഹിക്കണമെന്ന് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള 100 കണക്കിന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ലോക്കപ്പിനകത്തും പുറത്തുമായിട്ട് 22 പേരാണ് പോലീസ് മർദ്ദനത്തിൽ മരണപ്പെട്ടത്. 22 മരണങ്ങളാണ് ഉണ്ടായത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതില്ല. പക്ഷേ വേട്ടയാടുകയായിരുന്നു, സമരക്കാരെയൊക്കെ അടിച്ചൊതുക്കുകയായിരുന്നു. ഒരു ദാക്ഷിണ്യവും ഒരു ദയവും കരുണയും കാണിക്കാതെ ജനങ്ങളെ ദ്രോഹിച്ചർമാദിക്കുകയായിരുന്നു. അന്നൊക്കെ ജനങ്ങൾ പ്രാഗിയിട്ടുണ്ട് ഈ പിണറായി വിജയനെ. അപ്പോൾ ഞാൻ പറയുന്നത്, വ്യക്തിപരമായിട്ട് ഈ കെ സുധാകരൻ എന്തെങ്കിലും ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ, ആഭ്യന്തരമന്ത്രിയായിട്ടെങ്കിലും അദ്ദേഹം കുറച്ച് നാളെങ്കിലും അദ്ദേഹം വരണമെന്നാണ്. ഇനിയിപ്പോൾ ടേം വ്യവസ്ഥ ബാധകമാക്കിയാലും അതിൽ നമുക്ക് സങ്കടമില്ല. പക്ഷേ കെ സുധാകരൻ ഈ ഒരു ആഭ്യന്തരമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങളായി ചെയ്തു കൂട്ടിയതൊക്കെ പലിശയും പിഴപ്പലിശയും അതിൻ്റെ കൂട്ടുപലിശയും അടക്കം വാങ്ങുമെന്നതിൽ തർക്കമില്ല. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. അതിലൊരു നമ്മുടെ ഒരു നന്ദിയുടെ ഒരു ഭാഗം കൂടിയാണ്. ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന് മാത്രമായി ഒരു ഇളവ് കൊടുക്കുക. കാരണം മറ്റുള്ള ബാക്കിയുള്ള 18 പേരും എന്ത് ഇതാണ് ചെയ്തിട്ടുള്ളത്? വലിയ ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇടപെടലുകളോ ഒന്നും പാർട്ടിയുടെ വളർച്ചയിൽ ചെയ്തിട്ടില്ല. മത്സരിച്ചു, ജയിച്ചു, അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ ആരായിരുന്നാലും ആരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അഴിമതി നടത്തും, അതിൽ നിന്ന് കുറേ എടുക്കും, 8 ലക്ഷം രൂപയുടെ വെയിറ്റിംഗ് ഷെഡ് എഴുതി വയ്ക്കും, 6 ലക്ഷം പോക്കറ്റ് ഇട്, 2 ലക്ഷം രൂപയ്ക്ക്, അതൊക്കെ ശരിയാണ്, ഓക്കെ. പക്ഷേ അവിടെയാണ് സുധാകരൻ്റെ ഒരു കാര്യം. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരുടെ, കോൺഗ്രസ്സുകാരല്ലാത്തവരുടെ പോലും, ഞാനൊന്നും കോൺഗ്രസ്സുകാരനെയല്ല എങ്കിൽ പോലും കോൺഗ്രസ്സുകാരുടെ അല്ലാത്ത പോലും സാധാരണക്കാരുടെ വികാരം സുധാകരൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് കൊടുക്കണം, അദ്ദേഹം മത്സരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.